എല്ലാവർക്കും സിനിമാ മീനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൂക്കുകയർ വിധിക്കപ്പെട്ട ഒരു നിരപരാധി, അയാളെ രക്ഷിക്കാനായിട്ട് ഒരു ജേർണലിസ്റ്റ് വരുന്നു. പക്ഷെ ഇവർക്കാണെങ്കിൽ വലിയൊരു ടാസ്ക് ഉണ്ട്. ഇയാളെ 3 ദിവസത്തിനകം തൂക്കിക്കൊല്ലും. അതിനകം ഇവർക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് ഒരു മാരക ജയിൽ ചാട്ടം, ത്രില്ലർ, ആക്ഷൻ ഇതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇതൊരു സ്ലോ ബേൺ ത്രില്ലറാണ്. ക്ലൈമാക്സിൽ ഒരു നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു സിനിമ. ഈ സ്ലോ ബേൺ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തികച്ചും ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പക്ഷെ കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. സംഭവം വേറൊന്നുമില്ല, എൻ്റെ തൊണ്ടയാകെ ഇൻഫെക്റ്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ചില വേർഡ്സിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഒരു പണി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സൗണ്ട് പോവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ആദ്യം തന്നെ സോറി പറയുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആവുന്നതാണ്. ആ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവളുടെ ലൊക്കേഷനിലെത്തണം. സോ അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ ആരംഭിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ബിച്ചി. ബിച്ചിയാണെങ്കിൽ പോകുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, പക്ഷേ യാതൊരു രക്ഷയില്ല. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് പാനിക്കാവുന്നുണ്ട്. അപ്പോഴാണ് കഥ കുറച്ച് പുറകോട്ട് പോകുന്നത്. വലിയൊരു ന്യൂസ് പേപ്പർ ഏജൻസിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവിടുത്തെ മാനേജർ ഞെട്ടിക്കുന്നൊരു വാർത്ത കാണുന്നത്. ഡേവിഡ് ഗെയിൽ എന്ന റേപ്പിസ്റ്റിനെ ഈ വരുന്ന ഫ്രൈഡേ തൂക്കി കൊല്ലാൻ പോകുന്നു. അതായത് ഒരു എക്സിക്യൂഷൻ. നാട്ടിലാണെങ്കിൽ അത്യാവശ്യം എക്സിക്യൂഷനൊക്കെ നടക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കേസിനൊരു പ്രത്യേകതയുണ്ട്. ഡേവിഡ് ഗെയിൽ റേപ്പ് ചെയ്ത് കൊന്നിട്ടുള്ളത് അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ കോൺസ്റ്റൻസിനെയാണ്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇപ്പറഞ്ഞ കോൺസ്റ്റൻസും ഗെയിലും എല്ലാം ഡെത്ത് വാച്ച് എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരെ സമരം വിളിക്കുക. അതായത് നാട്ടിലിപ്പോൾ എക്സിക്യൂഷൻ അഥവാ തൂക്കിക്കൊല്ലൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. സോ എക്സിക്യൂഷൻ എന്ന കൊടും പണിഷ്മെൻറ്റ് ഇല്ലാണ്ടാക്കാനാണ് ഇവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ചിലപ്പോൾ തൂക്കുകയർ വിധിക്കുന്നുണ്ടാവുക അത്രയും വലിയ തെറ്റിനായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിരപരാധിക്കായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ എക്സിക്യൂഷനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഡേവിഡ് ഗെയിലും കോൺസ്റ്റൻസും. ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്ന ഡേവിഡ് ഗെയിൽ സ്വന്തം സുഹൃത്തിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ നാഷൻ വൈഡ് മീഡിയ അറ്റൻഷൻ കിട്ടാണ്ടിരിക്കുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനേജറിന് ഒരു കോൾ വരുന്നത്. ഇത്രയും കാലമായിട്ട് ഒരു മീഡിയക്കും അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിനും ഡേവിഡ് ഗെയിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് അങ്ങേര് ഇൻ്റർവ്യൂ കൊടുക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അങ്ങേര് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പർ ഏജൻസിയിലെ ബിച്ചി മാത്രമേ അങ്ങേര് ഇൻ്റർവ്യൂ നടത്താൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരൊറ്റ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഡേവിഡ് ഗെയിലിൻ്റെ ലോയർ ആവശ്യപ്പെട്ടിട്ടുള്ളത് $500,000. അങ്ങനെ ഡീലിനൊക്കെ പറയുന്നു, ബിച്ചിയെ വിളിപ്പിക്കുന്നു. പക്ഷെ ഇവർക്ക് വലിയൊരു ടാസ്ക് ഉണ്ട്. ഫ്രൈഡേ ആണ് എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നത്. സോ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 3 ദിവസം മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യാൻ ഗെയിലിന് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എക്സിക്യൂഷനാണ്. ബിച്ചിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുക. എന്തിനാണ് ബിച്ചിയെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും ആലോചിച്ചിട്ട്. അങ്ങനെ ബിച്ചി അവളുടെ ബോസിനെ കാണാൻ പോകുന്നു. ഈ ബോസ് ആണെങ്കിൽ കുറച്ച് ആൺ പെൺ പക്ഷാഭേദം കാണിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളുടെ ബിച്ചിയുടെ ഇൻ്റർവ്യൂ അങ്ങേർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ബിച്ചിക്കൊരു സ്വഭാവമുണ്ട്. അവൾ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും പുറത്തു വിടാറില്ല. സോ നമ്മളുടെ ബോസ് അവളുടെ കൂടെ വേറൊരുത്തനെയും കൂടെ വിടുന്നു. അവൻ്റെ പേരാണ് സാക്ക്. അങ്ങനെ ഇവർ ജയിലിൽ സ്ഥിതി ചെയ്യുന്ന ടെക്സസിലോട്ട് പുറപ്പെടുന്നു. ഈ സാക്ക് കൂടിയുള്ള ബിച്ചിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല കേട്ടാ. കാരണം ഇവൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് കേസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. കോൺസ്റ്റൻസിൻ്റെ ബോഡി പോലീസുകാർക്ക് കിട്ടുന്നത് അവളുടെ വീട്ടിലെ കിച്ചണിനകത്തുന്ന ബോഡിയാണെങ്കിൽ നെയ്ക്കഡായിരുന്നു. റേപ്പും നടന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിനൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് കൊല നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഡേവിഡ് ഗെയിലിൻ്റെ DNA, സീമൻ ഇതെല്ലാം റേപ്പിന് തെളിവായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് അവൻ്റെ ഫിംഗർ പ്രിൻ്റ് പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ബിച്ചി പറയാണ് അവൻ തന്നെയാണ് കുറ്റവാളി. അവൻ്റെ സീമൻ, DNA ഇതൊക്കെ തന്നെ ധാരാളം. ഞാനൊരു കാര്യം പറയട്ടെ, അവനെ ചാവേണ്ടവൻ തന്നെയാണ്. ഇമ്മാതിരി റേപ്പിസ്റ്റിനെയൊക്കെ തൂക്കി കൊല്ലുതന്നെ വേണ്ട. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇപ്പറഞ്ഞ ഡേവിഡ് ഗെയിൽ ഒരു റെപ്യൂട്ടഡ് പ്രൊഫസറാണ്. അതുമാത്രമല്ല, അങ്ങേര് 2 ബുക്കൊക്കെ പബ്ലിഷ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നും പോരാണ്ട് ഡെത്ത് വാച്ച് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ മെയിൻ ആളും. അത്രയും നല്ലൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കത്ര വിശ്വാസം പോരാ എന്നൊക്കെയാണ് സാക്ക് പറയുന്നത്. അങ്ങനെ ഇവർ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കാർ ഹീറ്റാവാൻ തുടങ്ങുന്നത്. സോ തൽക്കാലത്തിന് വണ്ടി നിർത്തുന്നു. അതിൻ്റെ ഇടയിലാണ് സാക്ക് ടോയ്ലറ്റിൽ പോകുന്നത്. അപ്പോഴാണ് ചെറിയൊരു ട്രക്ക് അങ്ങോട്ട് വരുന്നത്. വരാമെന്ന് മാത്രമല്ല, ബിച്ചിയെ വാച്ച് ചെയ്യുന്നു. അങ്ങേരാണെങ്കിൽ ഒരു കൗബോയ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടേക്ക് ബിച്ചിയാണെങ്കിൽ സാക്കിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സാക്ക് വരുന്നു. അവനെ കണ്ടതോടുകൂടെ അങ്ങേര് വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. സോ ഇവരുടെ പിന്നാലെ ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഡേ. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് സാക്ക് പറയാണ്, നമുക്ക് ഈ ക്രൈം സീനിലൊന്ന് പോയി നോക്കിയാലോ. നമ്മളുടെ സ്റ്റോറിക്ക് വേണ്ട എന്തെങ്കിലും കാര്യം അവിടെ നിന്ന് കിട്ടാണ്ടിരിക്കില്ല. മോനെ സാക്കേ, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എൻ്റെ കൂടെ വന്നു എന്ന് കരുതി ഇത് നമ്മുടെ സ്റ്റോറി ആവില്ല. ഇതേ എൻ്റെ മാത്രം സ്റ്റോറിയാണ്. ഇത് കേട്ടേക്ക് സാക്കിനാണെങ്കിൽ നല്ലവണ്ണം മൂട് പോകുന്നുണ്ട്. എങ്ങനെ പോവാണ്ടിരിക്കും? അങ്ങനെ ജയിലിലെത്തി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ ഇടയിൽ ജയിൽ പുള്ളികളാണല്ലോ ബിച്ചിയെ കണ്ടിട്ട് വെള്ളർക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് നൈസായിട്ട് പേടിക്കുന്നുണ്ട് നമ്മളുടെ ബിച്ചി.
അങ്ങനെ വിസിറ്റിംഗ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് $500,000 ആവശ്യപ്പെട്ട ഡേവിഡ് ഗെയിലിന്റെ ലോയർ. പക്ഷെ കമ്പനിക്കാർക്ക് $500,000 ഒരു പ്രശ്നമേ അല്ല. ഇതുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന അത്രയും വലിയ മാരക റേറ്റിംഗാ. കുറച്ച് പൈസ പോയാലെന്താ, അതിനേക്കാൾ ഇരട്ടിയല്ലേ കിട്ടാൻ പോകുന്നത്. അങ്ങനെ ലോയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. 1, റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. 2, 3 മണിക്കൂറായിരിക്കും ഇന്റർവ്യൂ ടൈം. 3, ഡേവിഡ് ഗെയിലിന്റെ വൈഫിനെ കുറിച്ചോ മകനെ കുറിച്ചോ ചോദിക്കാൻ പാടില്ല. വിച്ച് മീൻസ് കേസിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങേരും സാക്കും പുറത്തു പോകുന്നു. അങ്ങനെ നമ്മളുടെ ബിറ്റ്സി സാക്ഷാൽ ഡേവിഡ് ഗെയിലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ തൻ്റെ എക്സിക്യൂഷനാ. എന്നിട്ടും അയാളുടെ മുഖത്ത് പേടിയെന്ന് പറയുന്ന സാധനമില്ല. എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് അങ്ങേരിയിരിക്കുന്നത്. മിസ്റ്റർ ഗെയിൽ, എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ? എൻ്റെ ലൈഫ് എന്താണെന്ന് എനിക്ക് ഒന്നുകൂടെ ഓർക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് താൻ എന്നെ തന്നെ ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുത്ത്? നിങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പുറത്ത് പറയണം, ഏതൊക്കെ പുറത്ത് പറയണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ റെപ്യൂട്ടേഷൻ കാരണം ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്ത് എന്നും പറഞ്ഞ് അങ്ങേരുടെ കഥയങ്ങ് പറയാൻ ആരംഭിക്കുന്നുണ്ട് ഡേവിഡ് ഗെയിൽ. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്റ്റിനിലെ ഒരു പ്രൊഫസറാണ് നമ്മളുടെ ഗെയിൽ. പുള്ളിക്കാരൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഫുള്ളായിരിക്കും. പിള്ളേർക്കൊക്കെ അത്ര ഇഷ്ടമാണ് അങ്ങേരുടെ ക്ലാസ് കേൾക്കാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ പിള്ളേരുടെ ഫേവറേറ്റ് സാറ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബെർലിൻ എന്ന വിദ്യാർത്ഥി വരുന്നത്. ഈ ബെർലിനാണെങ്കിൽ പഠിക്കാനൊക്കെ ഭയങ്കര മോശമാണ്. മാർക്ക് എന്ന് പറയുന്ന സാധനം അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. സോ ഗ്രേഡ്സ് അങ്ങ് കൂട്ടിക്കിട്ടാനും പിന്നെ ഒരു ഫാൻറ്റസിയുടെ പുറത്തും അവൾ നൈസായിട്ട് സ്വന്തം സാറായ ഡേവിഡ് ഗെയിലിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഗെയിലാണെങ്കിൽ ഒരു മാന്യനാ. അപ്പോൾ ഗ്രേഡൊക്കെ കൂട്ടിക്കിട്ടാനായിട്ട് നീ എന്ത് ചെയ്യാനും റെഡിയാണ്, എന്നാൽ പിന്നെ നിനക്ക് പഠിച്ചാൽ പോരെ എന്നാണ് നമ്മളുടെ ഗെയിൽ ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺസ്റ്റൻസിനെ കാണിക്കുന്നത്. ഇതേ കോളേജിലൊരു ടീച്ചറാണ് കോൺസ്റ്റൻസ്, പിന്നെ ഗെയിലിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും. കോൺസ്റ്റൻസ് ഇവരുടെ ഡെത്ത് വാച്ച് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഗവർണറുമായിട്ട് ഒരു ഡിബേറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഒരു TV ചാനലിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കോൺസ്റ്റൻസ് വന്നിട്ടുള്ളത്. ആ സമയത്ത് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു ഗെയിലെ, ഡിബേറ്റിന് ഇരിക്കുമ്പോൾ മാന്യമായിട്ട് വർത്താനം പറയണം. നിൻ്റെ ഒടുക്കത്തെ ഈഗോ നിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം, മനസ്സിലായ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൺസ്റ്റൻസ് പോകുന്നത്. ഈ ഡിബേറ്റ് വേറൊന്നിനെയും കുറിച്ചല്ല, ക്യാപിറ്റൽ പണിഷ്മെൻ്റായി നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സിക്യൂഷനെ കുറിച്ച് തന്നെയാണ്. അതിനെതിരെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക ഇവരുടെ കമ്മ്യൂണിറ്റി. അങ്ങനെ രാത്രിയായി. ഗെയിലിൻ്റെ മകനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടാണ് കേട്ടാ. പക്ഷെ ഇവൻ്റെ വൈഫിൻ്റെ കാര്യമാണ് കുറച്ച് കഷ്ടം. കാരണം ഗെയിലുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് യാതൊരു താല്പര്യമില്ല. അവൾക്കാണെങ്കിൽ മറ്റൊരു എഫ്ഐആർ ഉണ്ട്, അതിനെക്കുറിച്ച് ഗെയിലിന് അറിയാട്ടാ. ഇവർ രണ്ടുപേരും ഇപ്പോൾ പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. കാരണം ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മകൻ്റെ കസ്റ്റഡിയുടെ കാര്യത്തിൽ പല ഇഷ്യൂസും വരും. അതെല്ലാം ഒഴിവാക്കാനാണ് ഡിവോഴ്സ് ഇവർ തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. കുറച്ച് ദിവസം മകൻ ഗെയിലിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ. അങ്ങനെ ഒരു അഗ്രിമെൻറ്റിലാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മകൻക്ക് വേണ്ടിയിട്ട് വേണ്ടാത്ത ലൈഫ് സഹിച്ചുകൊണ്ടിരിക്കുക ഗെയിലും അവൻ്റെ വൈഫും. അങ്ങനെ നമ്മളുടെ ഗെയിൽ ഒരു പാർട്ടിക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അവൻ്റെ വിദ്യാർത്ഥികളുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പാർട്ടിയൊക്കെ നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ട് കേട്ടാ. അപ്പോഴാണ് ഗെയിലിൻ്റെ ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത്. സംഭവം വേറൊന്നുമില്ല, ഗെയിലിനെ നോട്ടിട്ട മറ്റേ ബെർലിൻ ഉണ്ടല്ലോ, അവളെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഇത്രയും മോശം സ്റ്റുഡൻറ്റ് വേറെ ഇല്ല, പിന്നെ പറഞ്ഞു വിടാണ്ടിരിക്കുമോ. അങ്ങനെ പാർട്ടിയിലോട്ട് ബെർലിൻ വരുന്നു എന്ന് മാത്രമല്ല, അവൾ നമ്മളുടെ ഗെയിലിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഗെയിലാണെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് കുടിച്ച് ലെക്ക് കെട്ടിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗെയിൽ ഒന്ന് ബാത്റൂമിൽ പോകുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് ബെർലിൻ വരുന്നത്. ഇവളുടെ ഉദ്ദേശം തന്നെ വേറെയാണ് കേട്ടാ, കുടിച്ച് ലെക്ക് കെട്ടിരിക്കുന്ന ഗെയിൽ. സോ മുതലെടുക്കാൻ പറ്റിയ സമയം. എന്തായാലും ഗ്രേഡും പോയി, കോളേജും പോയി, എല്ലാ കോപ്പും പോയി. എന്നാൽ പിന്നെ അവളുടെ ഫാൻറ്റസിയിലും നടക്കണ്ടേ. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് ഗെയിലിനെ അങ്ങ് സെഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. അങ്ങേർക്കാണെങ്കിൽ ഒരു ബോധമില്ല. സോ അങ്ങ് നിന്നു കൊടുക്കുന്നു. അങ്ങനെ മാന്യമായിട്ട് സെക്സിലോട്ട് കടക്കാൻ പോകുമ്പോഴാണ് ഇവൾക്ക് മറ്റൊരു ഫാൻറ്റസി, റഫായിട്ട് സെക്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. പിള്ളേരുടെ ഓരോ ഫാൻറ്റസീസേ. അതുമാത്രമല്ല, അവളുടെ ഷോൾഡറിൽ കടിക്കാൻ പറയുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് അവളാണെങ്കിൽ അവൻ്റെ ബാക്കിലായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അത്രയും റഫായിട്ടാണ് അവർ സെക്സ് നടക്കുന്നത്. ഇതെല്ലാം ബെർലിൻ പറഞ്ഞിട്ടാട്ടാ. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് ഇന്നലെ നടന്നതിനെക്കുറിച്ച് ഗെയിലിന് ബോധം വരുന്നത്. അതൊക്കെ ആലോചിച്ചിട്ടാകെ മൂഡ് പോയിട്ടാണ് ഗെയിലിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നാണ് കോൺസ്റ്റൻസ് പറഞ്ഞ TV ചാനലിലെ ഡിബേറ്റ്. സോ ഗവർണർ വരുന്നുണ്ട്, അങ്ങേരുമായിട്ടാണ് ചാനലിൽ ഡിബേറ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റൻസ്. പക്ഷെ ഇങ്ങേർക്കുണ്ടാ ശ്രദ്ധിക്കാൻ പറ്റുക. അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കോൺസ്റ്റൻസ്. അങ്ങനെ ബെർലിൻ്റെ കാര്യം അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഡിബേറ്റിന് പോകുന്നു. എല്ലാവിധ കോച്ചിങ്ങും കൊടുത്തിട്ടാണ് കോൺസ്റ്റൻസ് അവനെ പറഞ്ഞു വിടുന്നത്. എക്സിക്യൂഷൻ അഥവാ തൂക്കുകയറ് അവരെന്തായാലും ഇല്ലാണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. അങ്ങനെ ഡിബേറ്റ് തുടങ്ങി. ഗവർണറാണെങ്കിൽ ബൈബിൾ വായിച്ചിട്ടില്ലേ, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അങ്ങനെ വേണം ശിക്ഷ കൊടുക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് ഗെയില് അങ്ങോട്ടൊരു സാധനം അങ്ങ് കൊടുക്കുന്നുണ്ട്. അതും നമ്മളുടെ ഗവർണർ മുമ്പ് എപ്പോഴോ പ്രസംഗിച്ചിട്ടുള്ള ഒരു കാര്യം. കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ശിക്ഷ ബാക്കിയുള്ളവരെ ബ്ലൈൻഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വാ തുറക്കാൻ പറ്റുന്നില്ല അങ്ങേർക്ക്.
ഈ സമയത്താണ് നമ്മളുടെ ഗെയിലിൻ്റെ ഈഗോ അങ്ങ് കത്തി കയറാൻ തുടങ്ങുന്നത്. ഓൾറെഡി കോൺസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിക്കകത്ത് ഈഗോ ഒരിക്കലും പുറത്തെടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച ഗവർണർ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. മിസ്റ്റർ ഡേവിഡ് ഗെയിൽ, 131 പേരെയാണ് ഞാൻ ഭരണത്തിലിരിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരാൾ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യും. പറ്റുമോ നിങ്ങൾക്ക്? നിരപരാധിയായിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ഇത് കേട്ടിട്ട് ഗെയിലാണെങ്കിൽ വാ തുറക്കുന്നില്ല. ഇതിനൊക്കെ എന്തുത്തരം കൊടുക്കാനാ? സോ ഡിബേറ്റ് മൊത്തത്തിൽ കൊളായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തെടുത്തിട്ടിരിക്കുകയാണ് കോൺസ്റ്റൻസ്. അങ്ങനെ ഡിബേറ്റ് കഴിഞ്ഞു, ഗവർണറും പോകുന്നു. അപ്പോഴാണ് 2 പോലീസുകാരൻ ഗെയിലിൻ്റെ അടുത്തോട്ട് വരുന്നത്. അതും റേപ്പ് കേസിൽ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് ഗെയിലും കോൺസ്റ്റൻസും. ഈ കേസ് കൊടുത്തിട്ടുള്ള വേറെ ആരുമല്ല, നമ്മളുടെ ബെർലിനാ. അങ്ങനെ ഈ സമയത്താണ് ഇന്നത്തെ ഇൻ്റർവ്യൂ ടൈം അങ്ങ് അവസാനിക്കുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ ഒരു റേപ്പ് കേസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഗെയിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ബെർലിൻ്റെ സ്കിന്നിലെ ബൈറ്റ് മാർക്ക്, അവളുടെ നഖത്തിനടിയിലെ ഗെയിലിൻ്റെ സ്കിന്ന്, പിന്നെ പോരാത്തതിന് അത്രയും റഫായിട്ടുള്ളൊരു സെക്സ്. ആര് പരിശോധിച്ചാലും റേപ്പ് കേസായിട്ടേ തോന്നുള്ളൂ. ഇനി എന്തിനാണ് ബെർലിൻ ഈ കേസ് കൊടുത്തതെന്ന് അറിയണ്ടേ? ഇവളെ കോളേജിൽ നിന്ന് പുറത്താക്കിയാനുള്ള പക. ഈ കേസും കൊടുത്തിട്ട് ബെർലിൻ അങ്ങ് നാടുവിട്ടു. തൻ്റെ മാനസികാവസ്ഥ കാരണം ട്രയൽ നേരിടാൻ സാധിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ബെർലിനെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല. നാടുവിട്ടുകൊണ്ട് 2 ആഴ്ചക്കകം ബെയിൽ കിട്ടി. പക്ഷേ ഈ ഒരൊറ്റ കേസ് കാരണം പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഇമേജ് മൊത്തത്തിൽ പോയിരിക്കുക. അത് മാത്രമല്ല പോയിരിക്കുന്നത്, അവൻ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അവൻ്റെ സൽപ്പേരും നഷ്ടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗെയിലിന് ഒരു പോസ്റ്റ് കാർഡ് കിട്ടുന്നത്. സെൻഡ് ചെയ്തിരിക്കുന്നത് ബെർലിനും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സങ്കടമുണ്ട് എനിക്ക് എന്നാണ് ആ പോസ്റ്റ് കാർഡിലെ മെസ്സേജ്. ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുക നമ്മളുടെ ബിറ്റ്സി. അങ്ങനെ അന്നത്തെ ഇൻ്റർവ്യൂ അവസാനിച്ചു. അങ്ങനെ രാത്രിയായി. ഇൻ്റർവ്യൂയുടെ കഥകളൊക്കെ കേട്ടിട്ട് ബിറ്റ്സിക്ക് അത്ര വിശ്വാസം പോരാ. എന്നാൽ സാക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ബെയിൽ പറയുന്ന സത്യവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ തിരിച്ച് റൂമിലോട്ട് പോകുന്നു. എന്നാൽ അവരറിയാണ്ട് അവരുടെ പിന്നാലെ തന്നെയുണ്ട് മറ്റേ കൗബോയ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന 2ാം ദിവസം. പക്ഷെ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് അവർ പോകുന്നത് ക്രൈം സീനിലോട്ടാണ്. അതായത് മരിച്ച കോൺസ്റ്റൻസിൻ്റെ വീട്ടിലോട്ട്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഏതോ ഒരു തലതെറിച്ച പെണ്ണ് താമസമുണ്ട് എന്ന് മാത്രമല്ല, ക്രൈം സീൻ കാണാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് $20 വെച്ചാണ് പുള്ളിക്കാരത്തി വാങ്ങുന്നത് ടിക്കറ്റായിട്ട്. ഒരുമാതിരി മ്യൂസിയം കാണാൻ പോകുന്ന അവസ്ഥ. അവിടെ വെച്ചിട്ടാണ് സാക്ക് കേസിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് അറിയുന്നത്. ഈ കാണുന്ന കിച്ചണിലാണ് പോലീസുകാർ കോൺസ്റ്റൻസിൻ്റെ ബോഡി കണ്ടെത്തുന്നത്. അത് മാത്രമല്ല, റേപ്പിന് ശേഷം ഹാൻഡ് കഫ് ചെയ്ത് ടേപ്പ് കൊണ്ട് വാ പൊത്തിപ്പിടിച്ചു. ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് പതിയാണ്ടിരിക്കാൻ വേണ്ടി ഹൗസ് വൈഫ്സ് യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അങ്ങേരുടെ ഫിംഗർ പ്രിൻ്റ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല കേസിൻ്റെ ഹൈലൈറ്റ്. ഹാൻഡ് കഫിൻ്റെ കീ പോലീസുകാർക്ക് കിട്ടുന്നത് കോൺസ്റ്റൻസിൻ്റെ വയറ്റിൽ നിന്ന്. സോ കൊലയാളി ഹാൻഡ് കഫ് ചെയ്തതിന് ശേഷം കീ അവളെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടാകെ ഷോക്കായിട്ടിരിക്കുകയാണ് സാക്ക്. പിന്നെ മറ്റൊരു കാര്യം, ക്രൈം സീനിൽ നിന്ന് ഒരു ട്രൈപോഡ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ക്യാമറ കിട്ടിയിട്ടില്ല. സോ ഇവളെ കൊല്ലുന്നത് കൊലയാളി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബിറ്റ്സിക്കാണെങ്കിൽ ഇതൊക്കെ നേരത്തെ അറിയാട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൗബോയ് ഇവരെ പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. അതാണെങ്കിൽ അവർ കാണുന്നുണ്ടിട്ടാ. അതോടുകൂടെ കൗബോയ് സ്ഥലം വിടുന്നു. അങ്ങനെ ബിറ്റ്സി തിരിച്ച് ജയിലിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഗെയില് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അതും ഓഫ് ദ റെക്കോർഡായിട്ട്. കോൺസ്റ്റൻസിനെ കൊന്ന രീതിക്ക് പറയുന്ന പേരാണ് സെക്യൂരിറ്റാറ്റ്. പണ്ട് കാലത്ത് റൊമാനിയൻസ് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെക്യൂരിറ്റാറ്റ്. ചില സമയങ്ങളിൽ സെക്കൻഡ് ചാൻസ് ആയിട്ട് അവരുടെ മുഖത്തുള്ള പ്ലാസ്റ്റിക് ബാഗ് കീറി മാറ്റാറുണ്ട്. ചില സമയങ്ങളിൽ കൊല്ലുകയും ചെയ്യും. എന്നാൽ അവർ മരിക്കുന്ന സമയത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഹാൻഡ് കഫിൻ്റെ കീ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. മരിക്കുമ്പോഴും തൻ്റെ കീ ഓഫ് ഫ്രീഡം തൻ്റെ ഉള്ളിലുണ്ട് എന്നറിഞ്ഞിട്ട് മരിക്കുന്നത് ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മെത്തേഡാണ് സെക്യൂരിറ്റാറ്റ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഗെയിൽ അവൻ്റെ ആർട്ടിക്കിളിൽ കുറച്ച് മുമ്പ് എഴുതിയിട്ടുണ്ട്. കൊലയാളിയാണെങ്കിൽ ട്രൈപോഡ് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഗെയിൽ ഇന്നസെൻ്റ് ആണെന്ന് ഉറപ്പായിട്ടും തെളിയിക്കാൻ പറ്റും. പക്ഷെ ആ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ഒരാൾ പോലും കണ്ടിട്ടില്ല. സോ ഗെയിലിൻ്റെ കീ ഓഫ് ഫ്രീഡാണ് ആ വീഡിയോ. സോ തൻ്റെ ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നെ അത്രയും അറിയുന്ന ഒരാളാണ് കൊലയാളി. അത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. ബിറ്റ്സി, ആ കൊലയാളി ഞാനല്ല, ഞാൻ ഇന്നസെൻ്റാ. അവനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അതൊരു ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് നീയാണ്. സോ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് അവൻ ഹയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ബിറ്റ്സി. അതപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗെയിൽ കഥയുടെ ബാക്കി പറയാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഗെയിലിൻ്റെ വൈഫ് നാട്ടിലെത്തി. എത്താന്ന് മാത്രമല്ല, മകനെ കുറച്ച് ദിവസത്തിന് കൊണ്ടുപോകുന്നു. പോകുന്നതിന് മുമ്പ് ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതെന്തായാലും വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈഫ് പോകുന്നത്. മകനാണേലോ അവൻ വരുന്നത് വരെ അച്ഛന് കൂട്ടായിട്ട് അവൻ്റെ പാവക്കുട്ടീനെ കൊടുക്കുന്നു. അങ്ങനെ വൈഫും മകനും പോയി. അപ്പോഴാണ് വൈഫ് അയച്ച ഇമെയിൽ അങ്ങേര് നോക്കുന്നത്. സംഗതി അല്പം സീരിയസാ. വൈഫ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. അവരുടെ വീടാണെങ്കിൽ വൈഫിൻ്റെ പേരിലായിരുന്നു. അവൾ അത് വിൽക്കുകയും ചെയ്തു. ഇനി മകൻ്റെ കാര്യം വൈഫ് നോക്കിക്കോളും. ഈ ബെർലിൻ റേപ്പ് കേസ് കാരണം മകൻ്റെ കസ്റ്റഡി ഒരിക്കലും ഗെയിലിന് കിട്ടാൻ പോകുന്നില്ല. സോ മകനും പോയി, വൈഫും പോയി, വീടും പോയി, ഉണ്ടാക്കി വെച്ച സൽപ്പേരും ഒക്കെ പോയി. ഇതൊക്കെ ആലോചിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങേര്. അപ്പോഴാണ് അങ്ങോട്ട് കോൺസ്റ്റൻസ് വരുന്നത്. ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുക. കാരണം ഇവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ നിന്നാണ്. എന്തായാലും കോളേജുകാർ അവനെ പറഞ്ഞുവിടാൻ പോവാൻ
ഒരു റേപ്പിസ്റ്റിനെ ഇനി ആ കോളേജിൽ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. പക്ഷെ സത്യം എന്താണ് കോൺസ്റ്റൻസിനറിയാം. സോ അവള് മാത്രമാണ് അവന്റെ കൂടെ നിൽക്കുന്നത്. നാട്ടിലൊക്കെ അത്രയും നാറിയിരിക്കുക പുള്ളിക്കാരൻ. അങ്ങനെ ഗെയില് മകനുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വൈഫിനെ കുറെ വിളിച്ചു നോക്കുന്നു. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വേറെ കോളേജിലൊക്കെ ജോലി നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒരു റേപ്പിസ്റ്റിനെ ഹയർ ചെയ്യാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കേസ് കൊടുത്ത് ബെർലിൻ നാട് വിട്ടു. കേസാണെങ്കിൽ തള്ളി പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ കേസ് തെളിയുകയും ചെയ്തു. അങ്ങേര് ഇന്നസെന്റ് ആവുകയും ചെയ്തു. പക്ഷെ അതൊക്കെ ഉണ്ടാ നാട്ടുകാർ നോക്കണേ. അവൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഒരു റേപ്പിസ്റ്റ് ആയിട്ടാണ് അവനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ പുള്ളിക്കാരൻ ഡിപ്രഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുടി എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി കുടിയാ. അത്രയും തകർന്നിരിക്കാൻ പുള്ളിക്കാരൻ. കുടിച്ച് നാട്ടിലടക്കം ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ലോയർ അവനെ കാണാൻ വരുന്നത്. വരാമെന്ന് മാത്രമല്ല, ഒരു ഉപദേശം കൊടുക്കുന്നു. എൻ്റെ പൊന്നുകയിലെ, നിനക്ക് നിൻ്റെ മകനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുടിയങ്ങ് ഇല്ലാണ്ടാക്കണം. മകൻ്റെ കസ്റ്റഡി കേസ് മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ പേരിൽ യാതൊരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഇത് കേട്ടേക്ക് കുടിയങ്ങ് നിർത്തുന്നു. റീഹാബിൽ പോകുന്നു. ഓക്കെ ആവുന്നു. പുതിയൊരു ജോലിക്കും ശ്രമിക്കുന്നു. പ്രൊഫസർ ജോലിക്കൊന്നുമില്ല, മറിച്ച് ഒരു ലോക്കൽ കമ്പനിയിലെ മാനേജറായിട്ടാ. എന്തായാലും ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം മുതൽ നല്ല പോസിറ്റീവ് എനർജിയിലാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കോൺസ്റ്റൻസാ. അങ്ങനെ കോൺസ്റ്റൻസ് ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പോലീസുകാരനെ കൊന്നതിന് എക്സിക്യൂഷൻ നേരിട്ടുകൊണ്ടിരിക്കുക. 17 വയസ്സേ ആയിട്ടുള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. പക്ഷെ പോലീസുകാരനെയാണ് തട്ടിയിരിക്കുന്നത്. സോ അതിൽ നിന്ന് അവളെ രക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ കോൺസ്റ്റൻസ് അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ മറ്റൊരു ഫ്രണ്ടിനെ കാണിക്കുന്നത്. അതാണ് ഡസ്റ്റി. പുള്ളിക്കാരൻ ഇടക്കിടക്ക് കോൺസ്റ്റൻസിനെ കാണാൻ വരാറുണ്ട് കേട്ടാ. അങ്ങനെ ഈ സമയത്താണ് ഗെയില് കോൺസ്റ്റൻസിന്റെ കയ്യിലായിട്ട് കുറച്ച് പാടുകൾ കാണുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ഗെയിൽ ഇവരുടെ ഡെത്ത് വാച്ചിൻ്റെ ഓഫീസിൽ പോകുന്നു. അപ്പോഴാണ് പഴയ 2 സ്റ്റുഡൻസിനെ കാണുന്നത്. അവൻ അപ്പം തന്നെ ഓടിപ്പോയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരാണേലോ അവനെ നൈസായിട്ടും ഒഴിവാക്കുന്നു. അറിയാലോ, അവരുടെ കണ്ണിൽ ഇവൻ റേപ്പിസ്റ്റാ. ഇത് കണ്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ നല്ലവണ്ണം മൂഡ് പോകുന്നു. അങ്ങനെ ഓഫീസിലെത്തുന്നു. കോൺസ്റ്റൻസിനെ കാണുന്നു. കോൺസ്റ്റൻസ് ആണെങ്കിൽ അവരുടെ ഹെഡുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഡെത്ത് വാച്ചിൽ നിന്ന് ഗെയിലിനെ പുറത്താക്കാൻ ഹെഡ് പറയുന്നത്. ഒരു റേപ്പിസ്റ്റായ ഗെയിലിനെ ഗ്രൂപ്പിന് ആവശ്യമില്ല എന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ കേട്ടേക്ക് ഗെയിലിനങ്ങ് കൺട്രോൾ പോകുന്നുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഒരു വിധത്തിലൊന്ന് സെറ്റായിട്ട് വന്നതാ, എല്ലാം പോയി. ഇതൊക്കെ കണ്ടിട്ട് കോൺസ്റ്റൻസിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അത്രയും കാര്യമാണ് ഗെയിലിനെ. അങ്ങനെ ഇവൻ പോയ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ വയറങ്ങ് വേദനിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ രാത്രിയായി. ഗെയില് പിന്നെയും കുടിക്കാൻ ആരംഭിച്ചു. അതുമാത്രമല്ല, തൻ്റെ മകൻക്ക് ഫോൺ ചെയ്യുന്നു. എന്നാൽ അവനും അച്ഛനോട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ പറയണ്ടല്ലോ, ആ ഫോണടക്കം അങ്ങ് തല്ലി പൊട്ടിക്കുന്നുണ്ട് ഗെയില്. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ കോൺസ്റ്റൻസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഗെയില്. എന്നാൽ ഈ സമയത്ത് കോൺസ്റ്റൻസ് ആണേലോ ബോധം കെട്ട് വീഴുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിട്ടിരിക്കുക നമ്മളുടെ ഗെയില്. അങ്ങനെ ഗെയിൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോഴാണ് ഗെയിൽ ഒരു മാരക സത്യം തിരിച്ചറിയുന്നത്. നമ്മളുടെ കോൺസ്റ്റൻസിന് ക്യാൻസറാ. അപ്പോഴാണ് ഗെയിലിനൊരു കാര്യം കത്തുന്നത്. അവളുടെ മേലുണ്ടായിരുന്ന പാട്, വയറുവേദന ഇതെല്ലാം ക്യാൻസറിൻ്റെ ഭാഗമായിരുന്നു. അതുമാത്രമല്ല, ഇത്രയും കാലമായിട്ട് കോൺസ്റ്റൻസ് ഗെയിലിനോട് ക്യാൻസറിൻ്റെ കാര്യം മറച്ചു വെച്ചു. ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക ഗെയില്. ഇവൻ്റെ ഇമോഷൻ കണ്ടിട്ട് അതിനേക്കാൾ മൂഡ് പോയിട്ടാണ് ബിറ്റ്സി ഇരിക്കുന്നത്. ഗെയിൽ, അവൾ എന്തിനാ ക്യാൻസറിന്റെ കാര്യം മറച്ചു വെച്ച്? ഇതേ ചോദ്യം ഞാൻ അവളോടും ചോദിച്ചിരുന്നു. ആ സമയം അവൾ എന്നോട് പറയാൻ മറന്നു, ബിസിയായി പോയിന്നാ. സംഭവം വേറൊന്നുമില്ല, മരണം കോൺസ്റ്റൻസിനെ ക്യാൻസർ രൂപത്തിൽ ഓൾറെഡി ചേസ് ചെയ്യുന്നുണ്ട്. സോ മറ്റുള്ള ആൾക്കാർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണാനാ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനു വേണ്ടിയിട്ടാണ് എക്സിക്യൂഷനെതിരെ ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്നത്തെ ഇന്റർവ്യൂ സമയം കഴിഞ്ഞു. പുറത്ത് നമ്മളുടെ സേക്കാണെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഇവിടുത്തെ പ്രോസിക്യൂട്ടർ അടക്കം പറയുന്നത് ഗെയിലിന്റെ ലോയർ മര്യാദക്ക് വാദിച്ചിരുന്നെങ്കിൽ ഗെയിൽ രക്ഷപ്പെട്ടേനെ എന്നാ. സോ ലോയർ അത്രയും ലേസി ആയിട്ടാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാത്രിയായി. സാക്കും ബിറ്റ്സിയും ഹോട്ടലിലെത്തി. നോക്കുമ്പോൾ ബിറ്റ്സിയുടെ റൂമാണെങ്കിൽ തുറന്നു കിടക്കുക. സോ ആരോ അകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇവർ പതുക്കെ അകത്തോട്ട് കയറുന്നു. നോക്കുമ്പോൾ അതാ ഒരു വീഡിയോ ടേപ്പ്. ഇവരപ്പം തന്നെ VCR ഒപ്പിക്കുന്നു, പ്ലേ ചെയ്യുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഇവർ കാണുന്നത് കോൺസ്റ്റൻസിന്റെ അവസാന നിമിഷം, അതായത് മറ്റേ ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ. പക്ഷെ അതിനകത്ത് കൊലയാളി ഇല്ല, അങ്ങേര് ട്രൈപോഡിന്റെ അപ്പുറത്താ. കോൺസ്റ്റൻസ് പെട്ടഞ്ഞ് മരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം കോൺസ്റ്റൻസിന് പെടച്ചിലൊന്നുമില്ല, എന്നാൽ ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ അവളങ്ങ് പെടയാൻ ആരംഭിക്കുന്നുണ്ട്. ഒരാളുടെ മരണമാണ് സാക്കും ബിറ്റ്സിയും കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവരാകെ കയ്യിന്ന് പോയിട്ടിരിക്കുക. അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് ബിറ്റ്സിക്ക്. ഗെയിലിന്റെ കഥയൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരത്തിക്കാണെങ്കിൽ അത്രയും അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട് കോൺസ്റ്റൻസിനോട്. അങ്ങനെ ബിറ്റ്സി കരയാൻ ആരംഭിക്കുന്നു. ഒരു വിധത്തിലാണ് സാക്ക് അവളെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന 3-ാം ദിവസം. സാക്കും ബിറ്റ്സിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടേപ്പിനെ കുറിച്ചാണ്. ഇവർക്ക് എന്തായാലും ഒന്നുറപ്പാണ്, ടേപ്പ് അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള കൊലയാളിയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നേരിട്ട് കൊടുത്താൽ പോരെ. എന്തിനാണ് കൊലയാളി ഇങ്ങനൊരു മൂവടത്തുന്നത്? എനിക്ക് തോന്നുന്നു ഡേവിഡ് ഗെയിൽ എന്ന മനുഷ്യനെ മാത്രം നശിപ്പിക്കുക എന്നുള്ളതല്ല അയാളുടെ ലക്ഷ്യം, മറിച്ച് അയാളുടെ ആശയങ്ങൾ, ഡെത്ത് വാച്ച് എന്ന കമ്മ്യൂണിറ്റിയുടെ പേര്, അയാളുടെ ലൈഫ്, മെമ്മറി. ചുരുക്കി പറഞ്ഞാൽ ഡെത്ത് വാച്ചിന് വെറുക്കുന്ന ഒരാളാണ് കൊലയാളി. ഹെയ്റ്റാണ് കൊലയ്ക്ക് പിന്നിലെ മോട്ടീവ്. പിന്നെ എന്തിനാണ് ടേപ്പ് നമുക്ക് തന്നതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ.
അയാളുടെ മോട്ടീവിനെ കുറിച്ച് നമ്മളും അറിയണം, അല്ലാണ്ട് അയാൾക്കൊരു ഫണ്ണില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ നേരെ ജയിലിലോട്ട് പോകുന്നു. അപ്പോഴാണ് മറ്റേ കൗബോയ് പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ അപ്പം തന്നെ നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ യാതൊരു രക്ഷയില്ല. അങ്ങേര് തിരിച്ചു പോകുന്നു. അങ്ങനെ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് ലോയറിന്റെ ഓഫീസിൽ പോകുന്നുണ്ട് ബിറ്റ്സിയും സാക്കും കൂടെ. സംഭവം വേറൊന്നുമില്ല, അങ്ങേർക്ക് $500,000 കൊടുക്കാനുണ്ടല്ലോ, അതിനായിട്ടാണ് പോകുന്നത്. ആ ഒരു സമയത്താണ് ആ ഒരു ടേപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മളുടെ ബിറ്റ്സി. പക്ഷെ ലോയർ പറയുന്നത് ആ ടേപ്പ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ. അതിനകത്ത് കൊലയാളിയെ കാണിക്കുന്നില്ലല്ലോ, പിന്നെ പോരാത്തിന് മുഖം കെട്ടിവെച്ചുകൊണ്ട് അത് കോൺസ്റ്റൻസ് ആണ് എന്ന് പറയാനും പറ്റില്ല. സോ കോർട്ടിൽ ആ വീഡിയോ ടേപ്പ് തള്ളിപ്പോവും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് നമ്മളുടെ കൗബോയ് അങ്ങോട്ട് വരുന്നത്. അങ്ങേരുടെ മുഖം അവൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഡെസ്റ്റിയാണ്, കോൺസ്റ്റൻസിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഇവൻ എന്തിനായിരിക്കും ലോയറിനെ കാണാൻ വന്നിട്ടുണ്ടാവുക? ഇത് കണ്ടേക്ക് ബിറ്റ്സി വേഗം തന്നെ സാക്കിനോട് അവനെ ഫോളോ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് അവള് നേരെ ജയിലിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം സാക്കാണെങ്കിൽ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടാ. പക്ഷെ ഡെസ്റ്റി അത് മനസ്സിലാക്കി. സോ അങ്ങേര് പറപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ച് ഡെസ്റ്റിയെ മിസ്സാവുന്നു. ഇതേ സമയം ബിറ്റ്സി ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കേ. കാരണം ഈ ഡെസ്റ്റി കുറച്ച് ദിവസമായിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെ, ഒരു കൗബോയ് ലുക്കിലുള്ള ആള് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാരാ? അങ്ങേരെയാണെങ്കിൽ ആ ലോയറിന്റെ ഓഫീസിന്റെ മുന്നിൽ വെച്ചിട്ട് കാണുകയും ചെയ്തു. അത് ചിലപ്പോൾ ഡെസ്റ്റി ആയിരിക്കും. അവൻ കോൺസ്റ്റൻസിന്റെ ആത്മാർത്ഥ സുഹൃത്താ. അവരത്രയും ക്ലോസ് ആയിരുന്നു. പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കോൺസ്റ്റൻസിന് മുമ്പ് ഡെത്ത് വാച്ചിന്റെ ഡയറക്ടർ ആയിരുന്നു ഡെസ്റ്റി. അങ്ങേരൊരു ദേഷ്യക്കാരനാ. സോ ഓർഗനൈസേഷൻ അവനെ പിരിച്ചുവിട്ടു. എന്നാൽ കോൺസ്റ്റൻസ് അവനെ കൂടെ തന്നെ നിർത്തി. അവന്റെ വിചാരം കോൺസ്റ്റൻസിനെ കൊന്നത് ഞാനാണ്. സോ എനിക്കെതിരായിട്ടാണ് അവനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിൽ, നീയാണ് കൊലയാളി എന്നവൻ ചിന്തിക്കാൻ മറ്റൊരു കാരണമുണ്ട്. നിന്റെ സീമൻ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ തനിക്ക് പറയാനുള്ളത്? ഇത് കേട്ടേക്ക് കഥയുടെ ബാക്കി അങ്ങ് പറയാൻ ആരംഭിക്കുന്നുണ്ട് ഗെയില്. ജയിലിൽ കിടക്കുന്ന മറ്റേ 17 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ചേർന്ന് പോരാടിക്കൊണ്ടിരിക്കുക. കോൺസ്റ്റൻസ്, ഗെയില്, ഡെസ്റ്റി, ഡെത്ത് വാച്ച് എന്ന് വേണ്ട സകലമാന ആൾക്കാരും അവളുടെ എക്സിക്യൂഷൻ തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടീനെയും അവർ തൂക്കിക്കൊന്നു. അതോടുകൂടെ കോൺസ്റ്റൻസിന്റെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട്. അവൾ എപ്പോൾ വേണേലും ഈ ക്യാൻസർ കാരണം മരിക്കാം. അതിനു മുമ്പ് ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അവൾക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവൾക്കുള്ളൂ. അവളുടെ ടൈമാണെങ്കിൽ പൊക്കോണ്ടിരിക്കേ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവളാണെങ്കിൽ കരഞ്ഞില്ലാണ്ടാവുന്നുണ്ട്. ആ ഒരു വിഷമത്തിലും സങ്കടത്തിലും സംഭവിച്ചു പോകുന്നതാ ഗെയിലും കോൺസ്റ്റൻസും തമ്മിലുള്ള സെക്സ്. അങ്ങനെയാണ് അവന്റെ സീമൻ അവളുടെ ഉള്ളിൽ വന്ന്. ആ സെക്സ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറിന് ശേഷമാണ് കോൺസ്റ്റൻസ് കൊല്ലപ്പെടുന്നതും. സോ സീമനകത്തുണ്ട്, അതേപോലെ DNA അവളുടെ വീട്ടിലുണ്ട്. പിന്നെ പോരാത്തിന് ഫിംഗർ പ്രിന്റ്. ഇതൊക്കെ കൂടെ കണക്കുകൂട്ടി പോലീസുകാർ പിടിക്കുന്ന ഗെയിലിനെയാണ്. ഇതാണ് ഡേവിഡ് ഗെയിലിന്റെ കഥ. ഇതൊക്കെ കേട്ടേക്ക് ബിറ്റ്സിക്ക് ഡൗട്ട് അടിക്കുന്നത് ഡെസ്റ്റിനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കോൺസ്റ്റൻസും ഡെസ്റ്റിയും അത്രയും ക്ലോസ് ആയിരുന്നു. സോ ഗെയിലുമായിട്ടുള്ള സെക്സ് എന്ന് പറയുന്നത് കൊല്ലാനുള്ള ഒരു മോട്ടീവ് തന്നെയാണ്. ബിറ്റ്സി, ഡെസ്റ്റി കൊലയാളിയാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, നാളെ ഈ ടൈമിൽ എന്നെ തൂക്കിക്കൊല്ലും. എന്നെ പുറത്തിറക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മകൻ്റെ മുമ്പിൽ ഞാൻ നിരപരാധിയായിരിക്കണം. നിനക്ക് 24 മണിക്കൂറുണ്ട്. അതിനകം നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനൊരു കുറ്റവാളിയായിട്ടായിരിക്കും മരിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഗെയിലങ്ങ് പോകുന്നുണ്ട്. സോ ഇന്നത്തെ ഇന്റർവ്യൂ അവസാനിച്ചു. ഇനി അങ്ങോട്ട് ഇന്റർവ്യൂസ് ഇല്ല. ബിറ്റ്സിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവന്റെ കഥ കേട്ടേക്ക് അവൻ നിരപരാധിയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ രക്ഷിക്കും അറിയില്ല. അങ്ങനെ അന്ന് രാത്രി ബിറ്റ്സി ആ ടേപ്പ് റിപ്പീറ്റ് അടിച്ച് കണ്ടുവെക്കുന്നു. ഉത്തരം ചിലപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടാവും. സോ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിറ്റ്സി. അങ്ങനെ പിറ്റേ ദിവസമായി. ബിറ്റ്സി ആകെ ടയേർഡാ. ഇന്നലെ മൊത്തം ഈ ടേപ്പ് ആയിരുന്നല്ലോ. അങ്ങനെ അവൾ പല്ല് തേക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്നു. അപ്പോഴാണ് നിലത്ത് ഒരു ടവല് കാണുന്നത്. അത് കണ്ടേക്ക് അവൾക്കൊരു സ്പാർക്ക് കിട്ടുന്നുണ്ട്. ഇവൾ അപ്പം തന്നെ ഓടിപ്പോയിട്ട് സാക്കിനെ വിളിച്ചുണർത്തുന്നു. സാക്കെ, നീയാണോ ഈ ടവല് നിലത്തിട്ട്? അതിനിപ്പോൾ എന്താ, ഇത് ഹോട്ടലല്ലേ, അല്ലാണ്ട് വീടൊന്നുമല്ലല്ലോ. ഇത് കേട്ടേക്ക് ബിറ്റ്സി VCRും TVയും തൂക്കി പിടിച്ച് നേരെ ക്രൈം സീനിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് സാക്കിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവിടെയാണെങ്കിൽ മറ്റേ തലതെറിച്ച പെണ്ണുണ്ട് കേട്ടാ. അവളുടെ പേരാണ് നീക്കോ. അങ്ങനെ നീക്കോക്ക് ഒരു $100 കൊടുക്കുന്നു. നീക്കോ, ഞാൻ എന്ത് പറയുന്നോ അത് നീ കറക്റ്റായിട്ട് ചെയ്യണം. അവൾക്ക് പിന്നെ പൈസ കിട്ടിയാൽ മതിയല്ലോ. സോ അവൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. ക്യാമറ, ട്രൈപോഡ്, ഗ്ലൗസ്, ടേപ്പ്, പ്ലാസ്റ്റിക് ബാഗ് എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നീക്കോനോട് സ്പോട്ടിൽ കിടക്കാൻ പറയുന്നുണ്ട്. ശേഷം സാക്കിന് നമ്മളുടെ ബിറ്റ്സി ഇന്നലെ രാത്രി ടേപ്പിൽ നിന്ന് കണ്ടുപിടിച്ചൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നു. സംഭവം വേറൊന്നുമില്ല, ആ ടേപ്പിനകത്ത് കോൺസ്റ്റൻസിന്റെ കാല് ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ട്. എന്നിട്ടൊരു 15 സെക്കൻഡ് അനങ്ങാണ്ട് കിടക്കുന്നു. അതിനുശേഷമാണ് അവൾ പെടയാൻ ആരംഭിക്കുന്നതും മരിക്കുന്നതും. സോ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആദ്യം കാലനക്കുന്നു, പിന്നെ അനങ്ങാണ്ട് കിടക്കുന്നു, ശേഷം പെടഞ്ഞ് മരിക്കുന്നു. സാധാരണ ഒരാൾ കൊല്ലാൻ നോക്കുമ്പോൾ ആദ്യമേ അവർ കിടന്ന് പെടയാൻ തുടങ്ങും. പക്ഷെ ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാ. അവസാനാണ് പെടയാൻ ആരംഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സംതിങ് ഫിഷി ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മളുടെ ബിറ്റ്സി ഒന്നും നോക്കിയില്ല. സ്വയം ടേപ്പ് ഒട്ടിക്കുന്നു, ബാഗ് ചെയ്യുന്നു, ഹാൻഡ് കഫ് ചെയ്യുന്നു. എന്നിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം പ്ലാസ്റ്റിക് ബാഗ് തൻ്റെ മുഖത്തുനിന്ന് മാറ്റാൻ പറയുന്നു. എന്നും പറഞ്ഞങ്ങ് കിടക്കുന്നുണ്ട് ബിറ്റ്സി. ഇതൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിട്ടിരിക്കുക സാക്കും നീക്കോയും. അമ്മാതിരി എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കൃത്യം 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അങ്ങ് പെടയാൻ ആരംഭിക്കുന്നുണ്ട്. പെടച്ചൽ എന്നൊക്കെ പറഞ്ഞാൽ മരണത്തിലേക്കുള്ള പോക്കാ. ഇത് കണ്ടേക്ക് ജാക്കാണെങ്കിൽ വേഗം തന്നെ കവർ ഊരി മാറ്റുന്നുണ്ട്. ഇതിന്ന് നമ്മളുടെ ബിറ്റ്സിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇതൊരു കൊലയല്ല, മറിച്ച് സൂയിസൈഡാ. കാരണം ഇവിടെ ബിറ്റ്സി സ്വയം ചെയ്യുമ്പോഴാണ് ആദ്യം പെടച്ചിലില്ലാത്തത്. അതേപോലെ തന്നെയായിരിക്കും നമ്മളുടെ കോൺസ്റ്റൻസും ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമല്ല, പ്ലാസ്റ്റിക് കവറും ഹാൻഡ് കഫൊക്കെ യൂസ് ചെയ്തിരുന്ന ഹൗസ് വൈഫ് ഇടുന്ന ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാ. എന്നിട്ട് ആ ഗ്ലൗസ് ഭദ്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. എടുത്ത സാധനം എടുത്തുകൊടുത്ത് വെക്കുക എന്നുള്ളത് വീട്ടിലെ അമ്മമാരല്ലെങ്കിൽ ഹൗസ് വൈഫ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളാണെങ്കിൽ സാക്ക് ടവൽ നിലത്തോട്ട് വലിച്ചെറിഞ്ഞ പോലെ ആ ഗ്ലൗസും എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ വല്ല കയറോ പോയ്സണോ ഒക്കെ ഉപയോഗിച്ചാൽ പോരെ? എന്തിനാണ് സൂയിസൈഡ് ചെയ്തിട്ട് അത് കൊലപാതകം പോലെയാക്കുന്നത്? എന്തിനാണ് ഗെയിലിനെ തന്നെ ഇതിനകത്ത് ഫ്രെയിം ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇവിടെ ബിറ്റ്സിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാക്ക് നിന്നതുപോലെ കോൺസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യാൻ മറ്റാരും ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഒരിക്കലും ടേപ്പ് അവരുടെ കയ്യിലെത്തില്ല. അങ്ങനെ ബിറ്റ്സി അവളുടെ തിയറിയെക്കുറിച്ച് പറയുന്നു. നമ്മളുടെ കോൺസ്റ്റൻസ് ഓൾറെഡി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്രയും കാലം അവൾ ജീവിച്ച് ഡെത്ത് വാച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്തുകൊണ്ടും അവൾക്ക് അതിനു വേണ്ടിയിട്ട് മരിച്ചുകൂടെ? ഓൾറെഡി മരിക്കാൻ പോകുന്ന ആൾ ഡെത്ത് വാച്ചിന് വേണ്ടിയിട്ട് മരിക്കുക, ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. ഓക്കെ, പക്ഷെ ഗെയിൽ എന്ന നല്ലൊരു മനുഷ്യനെ ഫ്രെയിം ചെയ്യേണ്ട ആവശ്യം എന്താ? സാക്ക്, ഡെത്ത് വാച്ചിന്റെ മെയിൻ ലക്ഷ്യം എന്താ? എക്സിക്യൂഷൻസ് ഇല്ലാണ്ടാക്കുക. അതിനായിട്ട് നാട്ടിലെ സിസ്റ്റം റോങ് ആയിട്ട് ഒരാളെ കൺവിക്ട് ചെയ്യും എന്ന് കാണിക്കണം. അതായത് ഒരു നിരപരാധിയാണ് കൊല്ലാൻ പോകുന്നതെന്ന് സിസ്റ്റത്തിന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഡേവിഡ് ഗെയിൽ എന്ന നിരപരാധി. പിന്നെ അവൾക്ക് അത്രയും അടുത്തറിയാവുന്ന ഒരാളാണ് അവളെ സഹായിച്ചിരിക്കുന്നത്. അത് ഗെയിൽ അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പിന്നെയുള്ള ഡെസ്റ്റി മാത്രമാണ്. സോ ഡെസ്റ്റിയുടെ വീട്ടിലോട്ട് അങ്ങ് പോകുന്നുണ്ട് ഇവര്. ഡെസ്റ്റി ആണെങ്കിൽ ഗെയിലിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടേക്ക് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, കോൺസ്റ്റൻസ് എന്തായാലും ഗെയിൽ മരിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കില്ല. ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കുക, ഗെയിലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ടേപ്പ് പുറത്തിറക്കുക, എന്നിട്ട് സിസ്റ്റം റോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ഇതായിരിക്കണം കോൺസ്റ്റൻസിന്റെ പ്ലാൻ. എന്നാൽ ഡെസ്റ്റി വേറെ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിലിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പ്രഷനൊന്നും ഉണ്ടാക്കില്ല. മറിച്ച് ഗെയിലിൻ്റെ മരണശേഷമാണ് ഈ ടേപ്പ് റിലീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ആ കേസ് അങ്ങ് ആളി കത്താൻ തുടങ്ങും. സോ അവൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഡെസ്റ്റി. സോ ഗെയിലിനെ രക്ഷിക്കാനായിട്ട് ബിറ്റ്സിക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ഒറിജിനൽ ടേപ്പ് കണ്ടെത്തുക, റിലീസ് ചെയ്യുക. പക്ഷെ ടേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിയുടെ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവർ നേരെ തൊട്ടടുത്തുള്ള പമ്പിലോട്ട് പോകുന്നു. ഡെസ്റ്റിക്ക് ഫോൺ ചെയ്യുന്നു. ഡെസ്റ്റി, കോൺസ്റ്റൻസിന് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പമ്പിലുണ്ട് ഞാൻ, നീ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സാക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മളുടെ ഡെസ്റ്റിക്ക്. ഇതൊക്കെ കേട്ടാ ഡെസ്റ്റി പിന്നെ വെറുതെ ഇരിക്കോ, നേരെ പമ്പിലോട്ട് പോകുന്നു. ആ ഒരു തക്കം നോക്കി ബിറ്റ്സി ഡെസ്റ്റിയുടെ വീട്ടിലോട്ട് അങ്ങ് കയറുന്നുണ്ട്. എന്നിട്ട് ആ ടേപ്പ് തപ്പാൻ ആരംഭിക്കുന്നു. അങ്ങനെ തപ്പി തപ്പി ടേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം ജയിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. അവിടെയാണെങ്കിൽ നാട്ടുകാരുടെ ബഹളാണ്. ഇന്നാണ് ഗെയിലിന്റെ എക്സിക്യൂഷൻ. സോ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. ചിലരാണെങ്കിൽ അവൻ ചാവേണ്ടവനാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിറ്റ്സി ടേപ്പ് അങ്ങ് പ്ലേ ആക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തതാ നമ്മളുടെ കോൺസ്റ്റൻസ്. ആദ്യം തന്നെ ഗ്ലൗസ് ഇടുന്നു, ഹാൻഡ് കഫിന്റെ കീ വിഴുങ്ങുന്നു, ശേഷം മുഖത്ത് ടേപ്പ് ഒട്ടിക്കുന്നു, കവർ കൊണ്ട് മൂടുന്നു, എന്നിട്ട് സ്വയം ഹാൻഡ് കഫ് ചെയ്യുന്നു. സോ ഈ ഒരൊറ്റ ടേപ്പിൽ നിന്ന് വ്യക്തമാണ് ഇതൊരു സൂയിസൈഡാണ്. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിത്തെരിച്ച് കരഞ്ഞോണ്ടിരിക്കുക നമ്മളുടെ ബിറ്റ്സി. ഒരു സൂയിസൈഡാണ് ഇവള് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കുന്നത് നമ്മളുടെ ഡെസ്റ്റി തന്നെയാണ്. അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് സാക്ക് വരുന്നത്. ഇവർ വിചാരിച്ച പോലെ പമ്പിലോട്ട് ഡെസ്റ്റി വന്നിട്ടില്ല. സോ ഇവർ ടേപ്പ് എടുക്കുന്നു, രക്ഷപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഡെസ്റ്റി. പക്ഷെ അങ്ങേരാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അതെന്തിനാന്നും ഏതിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതേസമയം ഗെയിലിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. അവൻ്റെ അവസാന ഫുഡാ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡടി കഴിഞ്ഞ എക്സിക്യൂഷനാ. പുറത്താണെങ്കിൽ വൻ ബഹളാ. എന്തിന്? നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കൂടിക്കൊണ്ടിരിക്കേ. ഇതേസമയം ബിറ്റ്സി ആണെങ്കിലോ പറപ്പിച്ച് പോകുന്നുണ്ട് ഗെയിലിനെ രക്ഷിക്കാനായിട്ട്. ഇവർക്കാണെങ്കിൽ ആകെ കൂടെ 8 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് കാരണം അങ്ങ് പണി കിട്ടുന്നത്. പിന്നെ ബിറ്റ്സി ഒന്നും നോക്കിയില്ല, ഇറങ്ങി അങ്ങ് ഓടാൻ ആരംഭിക്കുന്നുണ്ട്. ഇതാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ട്. അങ്ങനെ ഓടി ഓടി ഒരു വിധത്തിൽ ജയിലിൽ എത്തിയിട്ടുണ്ട് നമ്മളുടെ ബിറ്റ്സി. പക്ഷെ അപ്പോഴേക്കും എല്ലാം അവസാനിച്ചു. ഡേവിഡ് ഗെയിൽ എന്ന നിരപരാധിയെ അവർ എക്സിക്യൂട്ട് ചെയ്തു. ഇതറിഞ്ഞ പാട് ബിറ്റ്സി ആണെങ്കിൽ കയ്യിന്ന് പോകുന്നുണ്ട്. അവൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു ബിറ്റ്സി. അവളെ കൊണ്ട് അവനെ രക്ഷിക്കാനായില്ല. അങ്ങനെ ആ ടേപ്പ് ബിറ്റ്സി റിലീസ് ചെയ്തു. ഗെയിൽ ഇന്നസെന്റ് ആണ് ലോകം മൊത്തം കണ്ടു. സിസ്റ്റം റോങ് ആണെന്നും തെളിയിച്ചു. പക്ഷെ എന്നിട്ടും ഗവൺമെന്റ് ആണെങ്കിൽ എക്സിക്യൂഷൻ നിർത്താൻ യാതൊരു പ്ലാനും ഇല്ല. പോലീസുകാരാണെങ്കിൽ ഡെസ്റ്റിയുടെ വീടൊക്കെ വളഞ്ഞുകൊണ്ടിരിക്കേ. എന്നാൽ നമ്മളുടെ ഡെസ്റ്റി ആണെങ്കിലോ അങ്ങ് നാടുവിടുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് അങ്ങേര് നമ്മളുടെ ലോയറിനെ കാണുന്നുണ്ട്. കാണാന്ന് മാത്രമല്ല, അങ്ങേർക്ക് കൊടുത്ത മറ്റേ $500,000 ഉണ്ടല്ലോ, അത് ഡെസ്റ്റിക്ക് അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ ഡെസ്റ്റി ആ ക്യാഷുമായിട്ട് നാട് വിട്ടു. അങ്ങനെ ഡെസ്റ്റി ആ ക്യാഷും കൊണ്ട് പോകുന്നത് ഗെയിലിന്റെ വൈഫിനെ കാണാനാ. കാണാന്ന് മാത്രമല്ല, ആ ക്യാഷ് മൊത്തം അവൾക്ക് കൊടുക്കുന്നു. അതിനോടൊപ്പം ഒരു പോസ്റ്റ് കാർഡും. അതും ബെർലിൻ ഗെയിലിന് അയച്ച പോസ്റ്റ് കാർഡ്. ആ പോസ്റ്റ് കാർഡ് കണ്ടേക്ക് ഗെയിൽ ആ കേസിൽ നിരപരാധിയാന്ന് ഇവൾക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ആ ക്യാഷ് മൊത്തം കൊടുത്തിരിക്കുന്നത് ഗെയിലിന്റെ മകന്റെ ഫ്യൂച്ചറിനാ. ഈ സമയത്താണ് ബിറ്റ്സിക്ക് ഒരു കൊറിയർ വരുന്നത്.
അതിനകത്താണെങ്കിൽ മറ്റൊരു ടേപ്പ് ഉണ്ട്, ഇവരാരും കാണാത്ത ദി ഒറിജിനൽ വെർഷൻ. ഇവൾ അപ്പം തന്നെ അതുകൊണ്ട് പോയിട്ട് പ്ലേ ആക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഡെസ്റ്റിക്ക് ശേഷം ആ വീഡിയോക്കകത്തേക്ക് മറ്റൊരാളും കൂടെ കടന്നു വരുന്നുണ്ട്. അത് വേറെ ആരുമില്ല, സാക്ഷാൽ ഡേവിഡ് ഗെയില. ഇത് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ ബിറ്റ്സി. സോ കോൺസ്റ്റൻസ്, ഗെയില്, ഡെസ്റ്റി, ലോയർ ഇവരെല്ലാവരും ചേർന്ന് കളിച്ചൊരു കളിയാ ഇതെല്ലാം. തകർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ജീവനുകളായിരുന്നു കോൺസ്റ്റൻസിന്റെയും അതേപോലെ തന്നെ ഗെയിലിന്റെയും. സോ അവർ തീരുമാനിച്ചു അവരുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. സോ ഇതെല്ലാം കോൺസ്റ്റൻസിന്റെ പ്ലാൻ ആയിരുന്നു. ആ പ്ലാൻ അനുസരിച്ച് നീങ്ങിയെന്ന് മാത്രം ബാക്കിയുള്ള എല്ലാവരും. സോ ഗെയിലിന്റെ ലൈഫും അതേപോലെ തന്നെ കോൺസ്റ്റൻസിന്റെ ലൈഫും അവർ സാക്രിഫൈസ് ചെയ്തു പുതിയൊരു ലോകത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും എന്ത് മാറ്റം അവിടെ ഉണ്ടായത്? എക്സിക്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നു. എന്തായാലും ഗെയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ട്വിസ്റ്റ് ആലോചിച്ചിട്ട് ആകെ ഇല്ലാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളുടെ ബിറ്റ്സി. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.